ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മലബാർ ക്ലാസിക് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ചിക്കൻ ഫ്രൈ ആയ ഗ്രീൻ ചിക്കൻ ഫ്രൈ റെസിപ്പിയുമായിട്ടാണ്. ഇത് പേര് പോലെ തന്നെ നല്ല പച്ച നിറത്തിലുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഇതിൽ ഞാൻ കളർ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചാണ് ഈ ഒരു ഗ്രീൻ കളർ ഞാൻ വരുത്തിയിട്ടുള്ളത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ ആണ്. ഒരു 300 ഗ്രാം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് മല്ലിയില, 1 കപ്പ് പുതിനയില, 2 പച്ചമുളക്, 2 ഗ്രാമ്പു, 6 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 6 ചെറിയുള്ളി, 2 ചെറിയ കഷ്ണം പട്ട, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ 1.5 ടേബിൾ സ്പൂൺ തൈര്. ഇനി നമുക്ക് ഗ്രീൻ മസാല റെഡിയാക്കാം. ഒരു മിക്സി ജാറിലേക്ക് പച്ചമുളക് മുറിച്ച് ചേർക്കുക. ഇഞ്ചി ഒന്ന് ചെറിയ പീസാക്കി ചേർത്ത് കൊടുക്കുക. ഇനി ചെറിയുള്ളി, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു എന്നിവ ചേർക്കുക. ഇനി പുതിനയില ചേർക്കാം. മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. ഇത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായി അരച്ചെടുക്കുക. നമ്മുടെ ഗ്രീൻ മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഈ ഗ്രീൻ മസാല നമുക്ക് ചിക്കനിലേക്ക് ചേർക്കാം. ഇനി തൈര് ചേർക്കുക. കോൺഫ്ലവർ ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇത് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ചിക്കൻ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കടായിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ളത്രയും എണ്ണ ഒഴിച്ച് ചൂടാവാൻ വേണ്ടി വെക്കുക. ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ പീസ് ഓരോന്നായി ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്. ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് കളറൊക്കെ മാറി ഒരു ഡാർക്ക് ഗ്രീൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള പീസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും സ്പൈസിയുമായിട്ടുള്ള ഗ്രീൻ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് വീട്ടിൽ നിന്ന് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ്. പുതിനയുടെ ഫ്ലേവറും അതുപോലെ തന്നെ ചെറിയുള്ളിയുടെ ആ സ്പൈസിനെസ്സും കൂടി ചേർന്ന് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഈ ഫ്രൈയിലൂടെ കിട്ടുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൾന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഫ്ലേവേഴ്സ്, സീ യു സൂൺ. ബൈ ബൈ.